കത്തോലിക്ക സഭ തുടങ്ങി അന്നു മുതൽ ഇന്നു വരെ ഒന്നു തന്നെയാണ്. എന്നാൽ പെന്തക്കോസ്തൽ സഭ വളരും തോറും പിളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അന്തരെ നയിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അറിവില്ലാത്ത കാര്യങ്ങൾ അറിയാമെന്ന് നടിച്ചുകൊണ്ട് പലതും പറയുമ്പോൾ പറയുന്നത് മുഴുവൻ അറിവില്ലായ്മകളായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയവും ഈശോയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചില വചനങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. എത്രമാത്രം വലിയൊരു ഗൗരവമാണ് പിതാവായ ദൈവം മറിയവും ഇമ്മാനുവലായ യേശുവും തമ്മിൽ ദൈവം എത്രമാത്രം ഗൗരവത്തോടെ ഇതിനെ കാണുന്നു എന്നുള്ളത് നമുക്ക് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പുതിയ നിയമത്തിൽ തന്നെയാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെയുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ചില സംഭവങ്ങളിലൂടെയൊക്കെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയിട്ട് തിരികെ വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. നമ്മൾ ലൂക്കാ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ യോഹന്നാന്റെ സുവിശേഷത്തിലും ഒക്കെ വ്യക്തമായിട്ട് മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഒക്കെ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വചനത്തിലേക്ക് പോകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തു 2 വയസ്സിന് മുമ്പ്, അല്ലെങ്കിൽ ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ യേശു ജനിച്ചപ്പോൾ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാൻ ഹെറോദേസ് ഒരു വിളംബരം അറിയിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയ യേശുവിനെ ജന്മം കൊടുത്ത പാടെ യേശുവിനെയുമായിട്ട് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. ആ സംഭവം നമുക്കറിയാം. പിന്നീട് നമ്മൾ യേശുവിനെ കാണുന്നത് 12ാമത്തെ വയസ്സിൽ ജെറുസലേം ദൈവത്തിൻ്റെ ആലയത്തിൽ തിരുനാളിന് പോയിട്ട് തിരികെ വരുമ്പോഴാണ് യേശുവിനെ കാണാതാവുകയും ആലയത്തിൽ വെച്ച് ദൈവശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുമ്പോൾ കാണുന്നത്. എന്നാൽ നിങ്ങൾ പറയൂ പ്രിയമുള്ളവരെ, ഈ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വയസ്സ് 3, 4, 5, 6, 7, 8 വയസ്സ്, ഈ 12 വയസ്സ് വരെയുള്ള സമയം, ഇപ്പം 12 വയസ്സ് മുഴുവനും ജെറുസലേം ദേവാലയത്തിലായിരുന്നില്ല. അതിൽ തിരുനാളിന് പോയ സമയം മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ 1-2 ദിവസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ 3-ാം ദിവസമാണ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച പിടിച്ചു, ഇത്രേ സമയമുള്ളൂ. പിന്നെ ബാക്കി 13, 14, 15, 18 അങ്ങനെ 30 വയസ്സു വരെ, ഈശോ പരസ്യജീവിതത്തിലോട്ട് ഇറങ്ങുന്നത് വരെ ഈശോ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഇന്ന് വരെ കത്തോലിക്ക സഭയ്ക്കും അറിയത്തില്ല. ആകാശത്തിൻ്റെ കീഴെ ഭൂമിയിൽ ആർക്കും, ഒരു മനുഷ്യർക്കും, അപ്പസ്തോല പിതാക്കന്മാർക്കോ സഭാപിതാക്കന്മാർക്കോ ആർക്കും അറിഞ്ഞുകൂടാ. ഇനി ഈശോയുടെ അപ്പസ്തോലന്മാർക്കും അറിയത്തില്ല. ഇന്ന് വരെ ഒരു വിശുദ്ധർക്കും അറിയത്തില്ല. പ്രിയമുള്ളവരെ, എന്നാൽ ഇതെല്ലാം വ്യക്തമായി അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. എന്നാൽ മറിയമാകുന്ന മുഴു സുവിശേഷത്തിൽ നിന്നും എടുക്കപ്പെട്ട ഏതാനും കുറച്ച് കാര്യം മാത്രം, ഈശോയുടെ ആ ജനനം, ഈശോയുടെ തിരുനാളിന് പോയ സമയം, അല്ലെങ്കിൽ ഈശോയുടെ 3 വർഷത്തെ പരസ്യ ജീവിതം, ഇത് മാത്രമാണ് കത്തോലിക്ക സഭയ്ക്ക് അറിയാവുന്നത്. അതാണ് ഈ ബൈബിളിൽ ഇത്രയും എഴുതി വെച്ചേക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പരസ്യജീവിതം, പുതിയ നിയമം എന്ന് പറയുന്ന സംഭവം, പൗലോസ്ലിഹായുടെയൊക്കെ കാര്യങ്ങളിലൂടെയൊക്കെ എഴുതി വെച്ചേക്കുന്നത് അതൊക്കെയാണ്. എന്നാൽ ഈശോയുടെ 30 വയസ്സ് വരെയുള്ള ജീവിതത്തിൻ്റെ 99.25% അല്ലെ 100% അറിയാവുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ മറിയത്തോട് ചേർന്നെങ്കിൽ മാത്രമേ യേശുവിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കറിയത്തുള്ളൂ. ഈശോ ഈ പ്രായത്തിലൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ആരോട് ചോദിക്കണം? മറിയത്തോട് ചോദിക്കണം. പ്രത്യേകിച്ച് 12 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഔസേപിതാവിനോടും ചോദിച്ചാൽ കുറേയൊക്കെ പറയും. അതൊന്നും അപ്പസ്തോലന്മാർക്ക് അറിയത്തില്ല. പ്രത്യേകിച്ച് ഔസേപിതാവ് മരിച്ചുപോയി ഈശോയുടെ 30ാമത്തെ വയസ്സിൽ പരസ്യജീവിതത്തിന് ഇറങ്ങുന്നതിന് മുമ്പ്. അല്ല, 30 വയസ്സ് വരെയുള്ളതും ഔസേപിതാവിനെ അറിയാം. ഔസേപിതാവ് മരിച്ചു പോയല്ലോ, പിന്നെ മറിയത്തോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പസ്തോലന്മാരാരും ഔസേപിതാവിനെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ യേശുവിൻ്റെ ജീവിതം മുഴുവനും അറിയാവുന്ന ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ്. ഇതുകൊണ്ടാണ് ഫാത്തിമയിലൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ജപമാല ചൊല്ലുമ്പോഴൊക്കെ പറയുന്നത്, മക്കളെ, ജപമാലയിൽ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ എന്നെയും കൂടെ ക്ഷണിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ആയതുകൊണ്ടല്ല. ജപമാല പ്രാർത്ഥന മാതാവിനോടുള്ള പ്രാർത്ഥനയല്ല. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. അപ്പം യേശുവിനെക്കുറിച്ച് വ്യക്തമായി അറിയണമെങ്കിൽ മറിയത്തോട് ചേരണം. ഇതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷകൻ, വിജാതീയനായ ലൂക്ക, പരിശുദ്ധ അമ്മയോട് ചേർന്നപ്പോഴാണ് ഈ സുവിശേഷം, ലൂക്കയുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം
അതിനകത്ത് ധൂർത്തപുത്രൻ്റെ ഉപമ, ധനവാന്റെ ഉപമ, ഇതൊക്കെ നമുക്ക് വ്യക്തമായി ആരുടെയും കുഞ്ഞുങ്ങളുടെ പോലും ഹൃദയത്തിൽ പള്ളിപ്രസംഗത്തിലൊക്കെ അച്ഛന്മാർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് ഭയങ്കരമായിട്ട് ആ കാര്യങ്ങൾ ഹൃദയസ്പർശിയോടെ ഇരിക്കും. പ്രത്യേകിച്ച് ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളും ഔസപിതാവിനെ കുറിച്ചും പിന്നെ ആട്ടിടയന്മാർ യേശുവിനെ കാണാൻ വരുന്നതും പൂജരാജക്കം, ഇതെല്ലാം ലൂക്കാ സുവിശേഷത്തിലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹൃദയസ്പർശിയായ പല കാര്യങ്ങളും ഉള്ളത് ലൂക്കായിലാണ്. ലൂക്ക എങ്ങനെയാണ് സുവിശേഷം എഴുതിയത്? ലൂക്ക 1:1 എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃസാക്ഷിയായ മറിയത്തോട് ചോദിച്ചിട്ടാണ് ലൂക്ക സുവിശേഷം എഴുതിയത്. വചനത്തിൻ്റെ ദൃസാക്ഷി മറിയമാണ്, വചനം യേശുവാണ്. വചനം മാംസമായത് മറിയത്തിൻ്റെ ഉദരത്തിലാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തോട് ചേരാതെ ഒരിക്കലും സുവിശേഷം, ഇതുകൊണ്ടാണ് കത്തോലിക്കാ സഭയ്ക്ക് പുറത്തുള്ളൊരു ഈ 66 പുസ്തകം വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം യേശുവിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടണമെങ്കിൽ മറിയത്തോട് ചേരണം. ഇതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ, അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള മാർപ്പാപ്പന്മാരും മെത്രാന്മാരും വൈദികരും സന്യസ്തരും എല്ലാം അവരൊന്നും വിവരമില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത്. വലിയ PhD എടുത്തവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. മിസ്റ്റർ തോമസ് അക്യൂനാസ് എന്ന് പറഞ്ഞാൽ തിരുസഭ കണ്ട ഇത്രയും വലിയ ബുദ്ധിയുള്ള വേറൊരു വ്യക്തിയില്ല. അവരൊക്കെ പരിശുദ്ധ കന്യാമറിയത്തെ ഇത്ര വലിയ ശക്തമായിട്ട് കാണുന്നത്, ഈ തിരുസഭയിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് കാരണം മറിയത്തോട് ചേർന്നാലേ യേശുവിനെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ചുള്ള ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് മറിയത്തോട് ചേർന്നാലേ കിട്ടുകയുള്ളൂ. അതിനാണ് മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചത്. എന്തിന്? യേശുവിനെ കാണാത്ത ലൂക്കായ്ക്ക് പറഞ്ഞു കൊടുക്കാൻ. ലൂക്ക മറിയത്തോട് ചേർന്നപ്പോഴാണ് മറിയം ഈശോയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും മറിയത്തോട് ചേർന്ന് മുന്നേറുക. കാരണം മറിയത്തിന് അറിയാവുന്നതിൻ്റെ 1% പോലും പെന്തക്കോസ്തക്കാർക്ക് മറിയത്തെ അറിയില്ല. അതുകൊണ്ട് അറിവില്ലാത്ത കാര്യങ്ങൾ അറിയാമെന്നുള്ള ധാരണ നടിക്കരുത്. അത് വെറും ഒരു നാടകമായി മാറും, അറിവില്ലായ്മയായി മാറും. അന്തരെ നയിക്കുന്ന പോലെ രണ്ടുപേരും പോയി കുഴിച്ചാടും. അപ്പം അതുകൊണ്ട് കത്തോലിക്കാ സഭ തുടങ്ങി അന്നു മുതൽ ഇന്നു വരെ ഒന്ന് തന്നെയാണ്. എന്നാൽ പെന്തക്കോസ്തൽ സഭ വളരും തോറും പിളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അന്തരെ നയിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അറിവില്ലാത്ത കാര്യങ്ങൾ അറിയാമെന്ന് നടിച്ചുകൊണ്ട് പലതും പറയുമ്പോൾ പറയുന്നത് മുഴുവൻ അറിവില്ലായ്മകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തോട് ചേരാം. പരിശുദ്ധ കന്യകാമറിയത്തിന് ഈശോയുടെ 2-ാം വയസ്സിൽ 8-ലും 10-ലും 15-ലും 20-ലും 25-ലും 30-ലും ഒക്കെ എന്താ നടന്നതെന്നുള്ളത് വ്യക്തമായി രാത്രിയും പകലും നടന്ന സംഭവങ്ങളെല്ലാം മറിയത്തിനറിയാം. അതുകൊണ്ട് മറിയമാകുന്ന മുഴു സുവിശേഷത്തോട് ചേർന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ മറിയത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ലോകം മുഴുവൻ യേശുവിനെ പ്രഘോഷിക്കാനുള്ള, രക്തസാക്ഷികളായി മാറാനുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം അവർക്ക് ലഭിച്ചു. അവരെപ്പോലെ നമുക്കും വിധേയപ്പെട്ട് ആ മറിയത്തോട് ചേർന്ന് ക്രിസ്തുവിനെ പഠിക്കാം, ക്രിസ്തുവിനെ അറിയാം, അങ്ങനെ ക്രിസ്തുവിൽ വ്യാപരിക്കാം. അതിനായി പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ കൃപ നമ്മളിൽ നിറയാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.